ഹായ് ഓൾ, എല്ലാവർക്കും സെനിക്സ് അക്കാഡമിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് 5th സ്റ്റാൻഡേർഡിൻ്റെ മാത്സ് ക്ലാസ് ആണ് ആരംഭിക്കുന്നത്. നമ്മൾ എല്ലാവർക്കും ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഫസ്റ്റ് ചാപ്റ്റർ ലൈൻസ് ആൻഡ് സർക്കിൾസ്. ഓക്കെ, ഈ ചാപ്റ്ററിന് രണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങളാണുള്ളത്. ഒന്ന് ലൈൻസ്, മറ്റേത് സർക്കിൾസ്. ഓക്കെ, നിങ്ങളെല്ലാവരോടും ക്ലാസ് ടീച്ചേഴ്സ് അല്ലെങ്കിൽ മാത്സിൻ്റെ ടീച്ചേഴ്സ് ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് മേടിച്ചിട്ട് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടാവുള്ളൂ അല്ലേ? ഓക്കെ, നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് ബോക്സിൽ മൂന്ന് പ്രധാനപ്പെട്ട ഐറ്റംസ് ഉപയോഗിച്ചിട്ടാണ് ഈ പാഠം നമ്മൾ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി പോണേ. സോ എല്ലാവരും ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് മേടിച്ചിട്ട് വേണം ക്ലാസ്സിലോട്ട് വരാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. ഇൻസ്ട്രുമെൻറ്റ് ബോക്സിൽ എല്ലാവരും കണ്ടിട്ടുണ്ടോ? ഈ രണ്ട് സ്കെയിലിനെയാണ് നമ്മൾ സെറ്റ് സ്ക്വയേഴ്സ് എന്ന് പറയുന്നത്. ഈ രണ്ട് സ്കെയിലുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മളിനി ചെരിഞ്ഞ വരകളൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, ടെക്സ്റ്റിലെ പേജ് 8 ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. യു ഹാവ് ടു ഡ്രോ എ റെക്ടാങ്കിൾ വിത്ത് സൈഡ്സ് 5 സെൻറ്റിമീറ്റർ ആൻഡ് 3 സെൻറ്റിമീറ്റർ. 5 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്ററുമുള്ള ഒരു റെക്ടാങ്കിൾ വരയ്ക്കാൻ വേണ്ടിയിട്ട്. സോ എല്ലാവർക്കും സ്കെയിൽ ഉപയോഗിച്ചിട്ട് റെക്ടാങ്കിൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് അറിയണ്ടാവും. ഓക്കെ, ഇനി നമ്മൾ എങ്ങനെയാണ് ഒരു സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചിട്ട് ഒരു റെക്ടാങ്കിൾ വരയ്ക്കുന്നതാണ് നോക്കാൻ വേണ്ടി പോകണം. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്തു? ആദ്യം 5 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ലൈൻ അങ്ങ് വരച്ചു. ഓക്കെ, 5 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ലൈൻ നമ്മൾ വരച്ചു. ഓക്കെ, ദെൻ എന്ത് ചെയ്തു? നമുക്ക് മറ്റേ സൈഡിൻ്റെ നീളം എത്രയാണ് തന്നിരിക്കുന്നത്? 3 സെൻറ്റിമീറ്റർ എന്നാണ് തന്നെ. സോ നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് ഇഷ്ടമുള്ള ഏത് സെറ്റ് സ്ക്വയർ വേണമെങ്കിലും എടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഈ സെറ്റ് സ്ക്വയർ ആണ് എടുത്തത്. ഈ സെറ്റ് സ്ക്വയർ എന്ത് ചെയ്തു? ഈ ലൈനിൽ ഇവിടെ എല്ലാ കുട്ടികൾക്കും കൺഫ്യൂഷൻ ഉള്ള കാര്യമാണ് എങ്ങനെയാണ് ഈ സെറ്റ് സ്ക്വയർ വെക്കുക എന്നുള്ളത്. അത് ശ്രദ്ധിക്കണം. നമ്മൾ ഈ ലൈനിൽ ഇങ്ങനെ നേരെ വെച്ചിരിക്കണം. ഈ സെറ്റ് സ്ക്വയറിൻ്റെ ബേസ് എപ്പോഴും ഈ ലൈനിലായിരിക്കാം. ഓക്കെ, ദെൻ എത്ര ചെയ്തു? നമ്മുടെ ലൈൻ എത്ര സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞത്? 3 സെൻറ്റിമീറ്റർ. ഓക്കെ, ദെൻ നമ്മളത് വരച്ചു. ദെൻ ഇനി നമുക്ക് എന്ത് ചെയ്യണം? ലെഫ്റ്റ് സൈഡിലും ഇതുപോലെ തന്നെ വരയ്ക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ലെഫ്റ്റ് സൈഡിലും ഇതേപോലെ ഈ സ്കെയിൽ വെച്ചു. ഇതിൻ്റെ ബേസ് ഈ ലൈനിൽ വേണം നമ്മൾ പറഞ്ഞില്ലേ? സോ നമ്മൾ ഈ ലൈനിൽ ഇങ്ങനെ വെച്ചു. ലെഫ്റ്റ് സൈഡിൽ നിന്ന് ചേർത്ത് 3 സെൻറ്റിമീറ്റർ ഇങ്ങനെ വരച്ചു. ദെൻ എന്ത് ചെയ്തു? ഈ നാലാമത്തെ സൈഡ് നമ്മൾ നോർമൽ സ്കെയിൽ ഉപയോഗിച്ച് നമ്മൾ കൂട്ടി യോജിപ്പിച്ചു. നോക്കിക്കേ, ഈ സൈഡിൻ്റെ ലെങ്ത് 5 സെൻറ്റിമീറ്റർ തന്നെയല്ലേ നമുക്ക് കിട്ടിയിരിക്കുന്നത്? ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു റെക്ടാങ്കിളിനെ നമുക്ക് ഈ സെറ്റ് സ്ക്വയറിൻ്റെ ഈ ഒരു സൈഡ് ഉപയോഗിച്ച് മാത്രമല്ല, ഈ സെറ്റ് സ്ക്വയറിന് ബാക്കി 2 സൈഡുകളില്ലേ, അതുപോലെ ഈ സെറ്റ് സ്ക്വയറിന് ബാക്കി 2 സൈഡുകളുണ്ട്. ഓക്കെ, ഈ സൈഡ്സ് ഉപയോഗിച്ചിട്ടും നമുക്ക് എങ്ങനെ റെക്ടാങ്കിൾസ് വരയ്ക്കാം എന്നാണ് നോക്കാൻ വേണ്ടി പോകണം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു? നമ്മൾ ബേസ് 5 സെൻറ്റിമീറ്റർ, അതേപോലെ തന്നെ 5 സെൻറ്റിമീറ്ററും 3 സെൻറ്റിമീറ്റർ ഉള്ള സൈഡ്സ് ഉള്ള റെക്ടാങ്കിൾ നമ്മൾ വരയ്ക്കാൻ വേണ്ടി പോകുന്നത്, പക്ഷേ ലേശം ചെരിച്ചിട്ട്. ഓക്കെ, നമ്മൾ ആദ്യം എന്ത് ചെയ്തു? 5 സെൻറ്റിമീറ്റർ ഉള്ള ഒരു ലൈൻ വരച്ചു. ഇത് നമ്മളൊരു ഇച്ചിരി കൂട്ടിയെടുത്തു കേട്ടോ. ഇവിടെ വരെ 5 സെൻറ്റിമീറ്റർ ഉള്ളൂ, ബാക്കി അങ്ങോട്ടേക്ക് ഈ ഒരു ഇച്ചിരി നമ്മൾ കൂട്ടിയെടുക്കാം. ഓക്കെ, ഇനി നമ്മൾ ഒരു ഇച്ചിരി ചെരിഞ്ഞ ഒരു റെക്ടാങ്കിളാണ് വരയ്ക്കാൻ വേണ്ടി പോകണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഈ ഒരു സെറ്റ് സ്ക്വയർ നമ്മൾ എടുത്തു. ഓക്കെ, ഈ സെറ്റ് സ്ക്വയറിനെ നമ്മൾ ഈ ലൈനിൽ ഇങ്ങനെ വെച്ചു. ഈ ഒരു ലൈൻ നമ്മളിങ്ങനെ നീട്ടി വരച്ചു. ഓക്കെ, ഈ സൈഡിലും സെറ്റ് സ്ക്വയറിൻ്റെ 5 സെൻറ്റിമീറ്റർ കൂടെ കഴിയും. നമ്മൾ ഈ സെറ്റ് സ്ക്വയർ ഈ ലൈനിൽ നിന്ന് മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ലൈൻ ഇച്ചിരി കൂടെ ഇങ്ങോട്ട് നീട്ടി വരച്ചത്. അതിങ്ങനെ വരച്ചിട്ട് നമ്മൾ ഈ ലൈനും കൂടെ ഇതേവിടെ ഇങ്ങനെ നീട്ടി വരച്ചു. ഓക്കെ, ഈ സൈഡിൻ്റെ ലെങ്ത് ശരിക്കും എത്രയായിരുന്നു? 3 സെൻറ്റിമീറ്റർ അല്ലേ? സോ നമ്മുടെ ലൈൻ അനുസരിച്ച് നമ്മൾ 3 സെൻറ്റിമീറ്റർ ഇവിടെയാണ് വരുന്നത്. നോക്കി, 3 സെൻറ്റിമീറ്റർ ഇവിടെ, 3 സെൻറ്റിമീറ്റർ ഇവിടെ. നമ്മൾ എന്ത് ചെയ്തു? ഈ സൈഡ് നമ്മൾ കൂട്ടി യോജിപ്പിച്ചു. നോക്കിക്കേ, ഈ സൈഡിൻ്റെ ലെങ്ത്തും 5 സെൻറ്റിമീറ്റർ തന്നെയാണ് കിട്ടുന്നത്. ഓക്കെ, 3 സെൻറ്റിമീറ്റർ ആണ് ഈ സൈഡിൻ്റെ ലെങ്ത്തും 5 സെൻറ്റിമീറ്റർ. ഇങ്ങനെ ഈ സെറ്റ് സ്ക്വയറിന് ഈ ഒരു സൈഡ് മാത്രമല്ലല്ലോ ഉള്ളത്, നമുക്ക് ഈ സൈഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് വരച്ചൂടെ? അങ്ങനെ നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അതിന് നമ്മൾ ഇതുപോലെ തന്നെ ആദ്യമേ 5 സെൻറ്റിമീറ്റർ, അതിന് നമ്മൾ 5 സെൻറ്റിമീറ്ററിൽ ഒരു ഇച്ചിരി കൂടുതൽ എടുത്തു. പക്ഷേ 5 സെൻറ്റിമീറ്റർ നമ്മളോട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, 5 സെൻറ്റിമീറ്റർ ലൈൻ വരച്ചു. നമ്മൾ ഈ വലിയ സൈഡ് ഇപ്പോൾ വരച്ചു. നമുക്ക് ഈ ചെറിയ സൈഡ് ഉപയോഗിച്ചിട്ട് എങ്ങനെ വരയ്ക്കാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ ഈ ചെറിയ സൈഡ് ഇവിടെ ഇങ്ങനെ വെച്ചു, ഇങ്ങനെ നീട്ടി വരച്ചു. ഇവിടെയാണ് നമ്മൾ 5 സെൻറ്റിമീറ്റർ നിൽക്കുന്നത്. നമ്മുടെ വര തെറ്റി പോകാതിരിക്കാനാണ് നമ്മളിങ്ങനെ നീട്ടി വരച്ചെന്ന് പറഞ്ഞു. അവിടെ നമ്മളിങ്ങനെ സെറ്റ് സ്ക്വയർ വെച്ചു. ഇനി എന്ത് ചെയ്യുക? ഇതങ്ങ് നീട്ടി വരച്ചു. ഓക്കെ, കാണുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, ഞാൻ എന്ത് ചെയ്തു? ഈ സൈഡിൽ നിന്ന് 3 സെൻറ്റിമീറ്റർ നമ്മൾ ഇതേലോട്ട് അടയാളപ്പെടുത്തി വച്ചു. ഓക്കെ, ഇത് 3 സെൻറ്റിമീറ്റർ, ഈ സൈഡിൽ നിന്നും അതുപോലെ തന്നെ 3 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തി നമ്മൾ എന്ത് ചെയ്തു? ഈ സൈഡുകൾ തമ്മിൽ കൂടി യോജിപ്പിച്ചു. നോക്കിക്കേ, ഈ സൈഡിൻ്റെ ലെങ്ത്തും 5 സെൻറ്റിമീറ്റർ നമുക്ക് കിട്ടിയില്ലേ? ഓക്കെ, 5 സെൻറ്റിമീറ്റർ തന്നെ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ സെറ്റ് സ്ക്വയറിന് നമ്മൾ എല്ലാ സൈഡും വെച്ചിട്ട് വരച്ചു. ഇനി നമുക്ക് നോക്കിക്കേ, വേറൊരു സെറ്റ് സ്ക്വയറും കൂടെ നമ്മുടെ കയ്യിലുണ്ടല്ലേ? ഈ സെറ്റ് സ്ക്വയർ, ഇതിനെന്താ സംഭവം? ഈ സൈഡും സെയിം ആണ്. ഓക്കെ, ഒരു നല്ല ഈക്വൽ ആയിട്ടല്ലേ 2 സൈഡും നിൽക്കുന്നത്. ഓക്കെ, നമ്മൾ ഈ സെറ്റ് സ്ക്വയർ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഒരു റെക്ടാങ്കിൾ വരയ്ക്കാൻ നമുക്ക് നോക്കാം. ഓക്കെ, അതിന് ഞാൻ ഇതുപോലെ ആദ്യമേ ഒരു 5 സെൻറ്റിമീറ്ററിൻ്റെ ലൈൻ വരച്ചു. ഒന്നിച്ചിരി കൂടുതൽ വരച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് 5 സെൻറ്റിമീറ്റർ. ദെൻ സെറ്റ് സ്ക്വയർ എന്ത് ചെയ്തു? ഈ ലൈനിൽ ഇങ്ങനെ വെച്ച് ഇതിങ്ങനെ നീട്ടി വരച്ചു. ഈ സൈഡിലും സെറ്റ് സ്ക്വയർ ഇങ്ങനെ വെച്ചു. ഇങ്ങനെ നീട്ടി വരച്ചു. നമ്മുടെ ഈ സൈഡിൻ്റെ ലെങ്ത് 3 സെൻറ്റിമീറ്റർ ആണല്ലേ ടെക്സ്റ്റിൽ പറഞ്ഞേക്കണേ. സോ നമ്മൾ മെഷർ ചെയ്ത് നോക്കുമ്പോൾ 3 സെൻറ്റിമീറ്റർ അവിടെ വരും, ഇവിടെ വരും. ഈ സൈഡിൽ 3 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് ഇവിടെയും വരും.
ഇനി ഇത് നമ്മൾ കൂട്ടി യോജിപ്പിക്കുമ്പോൾ ദാ എന്ത് കിട്ടി? ഈ സൈഡിൻ്റെ ലെങ്ത്തും നമുക്ക് എത്ര കിട്ടി? 5 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. ഇനി ഇത് വെച്ചിട്ട് ഈ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചിട്ട് നമുക്ക് റെക്ടാങ്കിൾസ് മാത്രമല്ല വരയ്ക്കാൻ വേണ്ടി പറ്റുന്നത്, നമുക്ക് വേറെയും പല ചിത്രങ്ങളും വരയ്ക്കാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഒരു ലൈൻ വെച്ച് നമുക്കൊരു ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റുമോ നോക്കാം. നോക്കിക്കേ, ഒരു ട്രയാങ്കിൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പോലെ തന്നെ ദേ ഒരു ലൈൻ ഇങ്ങനെ വരച്ചു. 5 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ലൈൻ ഇങ്ങനെ വരച്ചു. എന്ത് ചെയ്തു? ഈ സെറ്റ് സ്ക്വയർ എടുത്തിട്ട് ദേ ഈ മൂലയിൽ ഇങ്ങനെ വെച്ച്, ഈ മൂലയിൽ ഇതാ ഇങ്ങനെ വെച്ച് ഇങ്ങനെ നീട്ടി വരച്ചു. ഓക്കെ, ഇതെല്ലാം നമ്മുടെ 5 സെൻറ്റിമീറ്റർ ലൈൻ. ഇതങ്ങ് കൂട്ടിമുട്ടി ചലന്ത് കിട്ടും. നോക്കിക്കേ, ഇത് മായ്ച്ചു കളഞ്ഞാൽ ഇതൊരു ട്രയാങ്കിൾ ആയിട്ട് നമുക്ക് കിട്ടിയില്ലേ? സോ ഇതുപോലെ നമുക്ക് വേറൊരു ചിത്രം കൂടെ വരച്ചു നോക്കാം. ഓക്കെ, സപ്പോസ് ഇതാ ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ചിത്രം തന്നെയാണ്. ഒരു 6 സെൻറ്റിമീറ്റർ ലൈനുള്ള വരച്ചു. നമുക്ക് 5 സെൻറ്റിമീറ്റർ മതി. നമ്മൾ 5 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തി വെച്ചു. നമുക്ക് എന്ത് വേണം? ഒരു സെറ്റ് സ്ക്വയർ എടുത്തിട്ട് നമുക്ക് അതിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൻ്റെ 3 സെൻറ്റിമീറ്റർ സെറ്റ് സ്ക്വയർ വെക്കുന്നതൊക്കെ എങ്ങനെയാണെന്ന് നേരത്തെ പറഞ്ഞായിരുന്നു കേട്ടോ, ശ്രദ്ധിക്കണേ വെക്കുമ്പോൾ. ഓക്കെ, ഈ സൈഡ് നീട്ടി വരച്ചു. അതേപോലെ തന്നെ നമ്മൾ ഈ സൈഡാണെന്ന് വെച്ചത് ഇതാ അതേപോലെ ഈ സെറ്റ് സ്ക്വയർ ഇങ്ങനെ നമുക്ക് മറിച്ച് വെച്ചാൽ, നമ്മളിപ്പോൾ വരച്ചത് ഇങ്ങനെയായിരുന്നു, അതിങ്ങനെ നമ്മൾ മറിച്ച് വെച്ചു. ഇങ്ങനെ മറിച്ച് വെച്ചാൽ എന്ത് കിട്ടും? ഇവിടെ ഇങ്ങനെ വരെ നമുക്ക് വരച്ചുകൂടെ? ഓക്കെ, ഇനിയിപ്പോൾ ഈ രണ്ട് സൈഡിൽ നിന്ന് നമുക്കൊരു 3 സെൻറ്റിമീറ്റർ ഉള്ള വരയാണ് നമുക്ക് വേണ്ടത്. ഈ സൈഡ് വര മീൻസ് നമുക്ക് ഈ സൈഡിൽ നിന്ന് 3 സെൻറ്റിമീറ്ററും ഈ സൈഡിൽ നിന്ന് ഒരു 3 സെൻറ്റിമീറ്റർ ഉള്ളവണെങ്കിൽ നോക്കിക്കേ, ഇതിങ്ങനെ കൂട്ടി യോജിപ്പിച്ചാലും നമുക്ക് വേറൊരു റെക്റ്റാങ്കിൾ, നമ്മുടെ വീടിൻ്റെ ഒക്കെ ഷേപ്പ് കണ്ടിട്ടില്ലേ? ഓടിട്ട വീടിൻ്റെ ഒക്കെ ഷേപ്പ് കണ്ടിട്ടില്ലേ? അതേപോലത്തെ ഒരു ഫിഗർ നമുക്ക് കിട്ടും. ഈ എക്സ്ട്രാ വരുന്ന പീസുകളൊക്കെ മായ്ച്ച് കളയാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാർക്കരുത് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, പേജ് 14 ക്വസ്റ്റ്യൻ നമ്പർ 1 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അവിടെ നമുക്ക് 5 ഫിഗേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ഓരോ ഫിഗറിൻ്റെയും സൈഡിൻ്റെ ലെങ്ത് 3 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളോട് ഈ എല്ലാ ഫിഗേഴ്സും വരച്ചിട്ട് നമ്മളോട് അത് കളർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യല്ലേ. ഫസ്റ്റ് വൺ, യു ഹാവ് ടു ഡ്രോ ദാറ്റ് സ്ക്വയർ. ഓക്കെ, സ്ക്വയർ വരയ്ക്കാൻ വേണ്ടി അതിൻ്റെ സൈഡ് 3 സെൻറ്റിമീറ്റർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ഒരു 3 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ലൈൻ വരച്ചു. ഒരു കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ, നമുക്ക് സെറ്റ് സ്ക്വയർ വെക്കേണ്ടതല്ലേ. പക്ഷേ ഇവിടെ 3 സെൻറ്റിമീറ്റർ ഞാൻ കറക്റ്റ് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇത് 3 സെൻറ്റിമീറ്റർ. ഇനി നമ്മൾ എന്ത് ചെയ്യുക? സ്ക്വയർ ആണ് വരയ്ക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഒരു സെറ്റ് സ്ക്വയറിൻ്റെ ബേസ് ഇതാ ഇവിടെ കൊണ്ട് വെച്ചു. ഇതിങ്ങനെ മുകളിലോട്ട്, നിങ്ങൾക്ക് ഏത് സെറ്റ് സ്ക്വയർ വേണമെങ്കിലും എടുക്കാം. ഈ സൈഡ് വേണം എടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ആ സൈഡ് നമ്മൾ 3 സെൻറ്റിമീറ്റർ വരച്ചു. പിന്നെ എന്ത് ചെയ്യുക? ഈ സൈഡും വരയ്ക്കണം. സോ അത് ഞാൻ സെറ്റ് സ്ക്വയർ ഈ ഷേപ്പിലാണ് വെക്കുന്നത്. ഓക്കെ, ഇങ്ങനെ വെക്കുമ്പോൾ എന്താവും? ഇതാ ഈ ലൈനിൽ വെച്ചു. ഓക്കെ, ലൈനെ വെച്ചിട്ട് എന്ത് ചെയ്തു? 3 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തു. ഇനി എന്ത് ചെയ്യുക? നാലാമത്തെ സൈഡ് നമ്മൾ ഇതുപോലെ ജോയിൻ ചെയ്തു. നിങ്ങളിത് കളർ ചെയ്യണം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ഫിഗർ നമുക്ക് വരയ്ക്കണം. ഓക്കെ, രണ്ടാമത്തെ ഫിഗർ വരയ്ക്കുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഇതിൻ്റെ ഏത് സൈഡ് വെച്ചിട്ട്, നമ്മുടെ സെറ്റ് സ്ക്വയറിൻ്റെ ഏത് സൈഡ് വെച്ചിട്ടായിരിക്കും നമ്മൾ വരയ്ക്കേണ്ടതെന്നൊരു കൺഫ്യൂഷൻ നമുക്കുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഈ സെറ്റ് സ്ക്വയർ എന്ന് വെച്ച് നോക്കുക. ഈ നീളമുള്ള സെറ്റ് സ്ക്വയർ എന്ന് വെച്ച് നോക്കുക. നോക്കിക്കേ, ഈ സെറ്റ് സ്ക്വയർ ഇതാ ഇങ്ങനെ വെക്കുമ്പോൾ ഇതിന് കറക്റ്റായിട്ട് പോകുന്നില്ലേ? ഇനിയിപ്പോൾ അല്ല, നിങ്ങൾ ഇങ്ങനെയാണ് വെക്കുന്നതെങ്കിൽ നോക്കിയേ, നിങ്ങളുടെ സ്കെയിൽ ഒരു വഴിക്ക് പോകുന്നു, അതിൻ്റെ ഉള്ളിലുള്ള ലൈന് വേറൊരു വഴിക്ക് പോകുന്നു അല്ലേ? ഓക്കെ, ഈ സെറ്റ് സ്ക്വയർ ഇങ്ങനെ വെച്ചെങ്കിൽ മാത്രമേ ഈ ഫിഗർ നമുക്ക് കൃത്യമായിട്ട് വരയ്ക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, ക്ലിയർ ആണല്ലോ. സോ എന്ത് ചെയ്യാം? സെറ്റ് സ്ക്വയറിൻ്റെ ഈ ഒരു വശം ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ ഈ ഫിഗർ വരയ്ക്കാൻ വേണ്ടിയിട്ട്. അതിനായിട്ട് ഇപ്പോൾ എന്ത് ചെയ്തു? ആദ്യം 3 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ലൈൻ വരച്ചു. നമ്മുടെ എല്ലാ ഫിഗറിൻ്റെയും ലൈന് 3 സെൻറ്റിമീറ്റർ നമ്മൾ പറഞ്ഞായിരുന്നു. സോ ഇത് 3 സെൻറ്റിമീറ്റർ ഉണ്ട്, ഞാൻ ഒരു ഇച്ചിരി കൂട്ടി വരച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇത് 3 സെൻറ്റിമീറ്റർ. നമ്മൾ ടെക്സ്റ്റ് വെച്ച് നോക്കിയപ്പോൾ കണ്ടു ഈ സെറ്റ് സ്ക്വയർ ഇതിങ്ങനെ വെച്ചാലാണ് ഈ ഫിഗർ ക്ലിയർ ആയിട്ട് കിട്ടാൻ നമ്മൾ പഠിച്ചു. സോ നമ്മൾ എന്ത് ചെയ്തു? ഇത് ഇങ്ങനെ വെച്ചു, ഈ ലൈൻ ഇങ്ങനെ നീട്ടി വരച്ചു. ഓക്കെ, അതുപോലെ തന്നെ ഈ സെറ്റ് സ്ക്വയർ ഈ ലൈനിൽ ഇങ്ങനെ വെച്ചു, നീട്ടി വരച്ചു. ഇനി എന്താ പറഞ്ഞത്? ഓരോ സൈഡിൻ്റെ ലെങ്ത്ത് 3 സെൻറ്റിമീറ്റർ ആണെന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഈ സൈഡ് 3 സെൻറ്റിമീറ്റർ നമ്മൾ അടയാളപ്പെടുത്തി, ഈ സൈഡിലത്തെ 3 സെൻറ്റിമീറ്ററും അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി എന്ത് ചെയ്യുക? ഈ രണ്ട് സൈഡും കൂടെ നമ്മളങ്ങ് യോജിപ്പിച്ചു. നോക്കിക്കേ, നമ്മൾ അറിയാതെ തന്നെ നമുക്കിവിടെ മൂന്നാമത്തെ സൈഡിൻ്റെ ലെങ്ത്ത് 3 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. ക്ലിയർ ആണല്ലോ. ഓക്കെ, അടുത്ത ഈ യെല്ലോ കളർ ഫിഗറിൽ നമ്മൾ ഏത് സൈഡാണ് വെക്കേണ്ടത് നോക്കണം. സോ നമ്മൾ എന്ത് ചെയ്തു? ആദ്യം ഈ സെറ്റ് സ്ക്വയറിൻ്റെ ഈ സൈഡ് വെച്ച് നോക്കി. ഓക്കെ, സെറ്റ് സ്ക്വയറിൻ്റെ സ്കെയിലിലൂടെ പോകുന്നു, യെല്ലോൻ്റെ ലൈൻ ഇതിലൂടെയാണ് പോണേ. ഈ സെറ്റ് സ്ക്വയർ അല്ല, ഈ സൈഡല്ല മനസ്സിലായി. ഇതുണ്ടല്ലേ, ഈ സൈഡും അല്ല. സോ ഈ സെറ്റ് സ്ക്വയർ അല്ല നമുക്ക് മനസ്സിലായി. ഇനി എന്ത് ചെയ്തു? നമ്മൾ മറ്റേ സെറ്റ് സ്ക്വയർ എടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? ഈ ലൈനിൽ വെച്ച് നോക്കി. ഇത് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടല്ലോ. ലൈൻ പോകുന്നതും ഓറഞ്ചിൻ്റെ സ്ക്വയറിൻ്റെ സൈഡ് പോകുന്നതും കറക്റ്റായിട്ടല്ലേ പോകണം. സോ നമുക്ക് മനസ്സിലായി ഈ സൈഡ് ഉപയോഗിച്ചിട്ട്, ഈ സെറ്റ് സ്ക്വയറിൻ്റെ ഈ ഒരു സൈഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വരയ്ക്കേണ്ടത്. മനസ്സിലായി? സോ നമുക്ക് വരച്ച് നോക്കാം. അപ്പോൾ അത് വരയ്ക്കാനും ആദ്യം ഇതുപോലെ തന്നെ ഒരു ലൈൻ വരച്ചു. അതിൽ നിന്നും 3 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തി. ഇനി എന്ത് ചെയ്തു? സെറ്റ് സ്ക്വയർ ഈ സൈഡാണ് വെക്കേണ്ടത് നമ്മൾ പറഞ്ഞു. സോ നമ്മൾ ഈ സൈഡ് വെക്കുകയാണ്. കറക്റ്റ് അല്ലേ?
ഓക്കെ, ഈ സൈഡ് നീട്ടി വരച്ചു. അതുപോലെ ഇതാണ് 3 സെൻറ്റിമീറ്റർ കഴിയുന്നത്. സോ നമ്മൾ ഇതുപോലെ തന്നെ നീട്ടി വെച്ചു വരച്ചു. നമ്മൾ സ്കെയിൽ എടുത്തിട്ട് ഇതാ 3 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തുവാണ്. ഇവിടെയാണ് എൻ്റെ 3 സെൻറ്റിമീറ്റർ. 3 സെൻറ്റിമീറ്റർ ഇത് തമ്മിൽ കൂട്ടി യോജിപ്പിച്ചാലോ? ഓക്കെ, നമ്മൾ നോക്കാതെ തന്നെ നമുക്കിതിൻ്റെ ഫോർത്ത് സൈഡ് 3 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. ക്ലിയർ ആണല്ലോ? ഈ എക്സ്ട്രാ വരുന്ന ഭാഗങ്ങളൊക്കെ മായ്ച്ച് കളയാൻ വേണ്ടി മറക്കരുത് കേട്ടോ. ഓക്കെ, ഇനി ഇതുപോലെ അടുത്ത ഫിഗർ നമ്മൾ ഏത് സൈഡാണ് വെച്ച് നോക്കണ്ടേ നോക്കാം. ഓക്കെ, അപ്പം ഈ സെറ്റ് സ്ക്വയറിൻ്റെ 2 സൈഡും ഈക്വൽ ആയതുകൊണ്ട് ഈ സെറ്റ് സ്ക്വയർ അല്ലെന്ന് മനസ്സിലായി. ഇത് നമ്മൾ മാറ്റി വെച്ചു. നമ്മൾ നമ്മുടെ മറ്റേ സെറ്റ് സ്ക്വയർ എടുത്തു. നോക്കിക്കേ, ഈ സെറ്റ് സ്ക്വയർ ഇങ്ങനെ വെക്കുമ്പോഴാണ് ഈ ഫിഗർ നമുക്ക് ക്ലിയർ ആയിട്ട് കൃത്യമായിട്ട് വരയ്ക്കാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, സോ നമുക്ക് സെറ്റ് സ്ക്വയറിൻ്റെ ഈ സൈഡ് വെച്ചിട്ട് നമുക്ക് വരച്ച് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ആദ്യം ഒരു ലൈൻ വരച്ചു. 3 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തി. ഇത് 3 സെൻറ്റിമീറ്റർ സെറ്റ് സ്ക്വയറിൻ്റെ ഈ ഭാഗമാണ് നമ്മൾ വെക്കേണ്ടത് മനസ്സിലായിരുന്നു നമുക്ക്. സോ നമ്മൾ എന്ത് ചെയ്തു? സെറ്റ് സ്ക്വയറിൻ്റെ ഈ ഭാഗം വെച്ചു. ഈ ഭാഗം നീട്ടി വരച്ചു. ഇതുപോലെ നീട്ടി വരച്ചു. ഇനി എന്ത് ചെയ്യണം? നമ്മുടെ നോർമൽ സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഇത് മെഷർ ചെയ്യണം. 3 സെൻറ്റിമീറ്റർ നമ്മൾ 2 സൈഡിൽ നിന്ന് മെഷർ ചെയ്തു. ഇത് കൂട്ടി യോജിപ്പിച്ചു. നോക്കിക്കേ, 2 സൈഡിൻ്റെ ലെങ്ത് നോക്കിയാൽ എത്രയാ? 3 സെൻറ്റിമീറ്റർ അല്ലേ? ഓക്കെ, പിന്നെ നമുക്കിവിടെ ലാസ്റ്റ് വരയ്ക്കാനുള്ളത് ഈ റെക്ടാങ്കിളാണ്. റെക്ടാങ്കിൾ അല്ല, ട്രയാങ്കിളാണ്. ഇത് വരയ്ക്കാനും നമ്മൾ ഇതുപോലെ തന്നെ സെറ്റ് സ്ക്വയർ വെച്ച് നോക്കുമ്പോൾ ഈ നീളമുള്ള സെറ്റ് സ്ക്വയറിൻ്റെ ഈ സൈഡ് വെച്ച് നോക്കുമ്പോഴാണ് ഇത് കൃത്യമായിട്ട് കിട്ടുന്നത്. സോ എന്ത് ചെയ്തു? ഈ സെറ്റ് സ്ക്വയർ ഇങ്ങനെ വെച്ചാൽ കിട്ടുന്നു മനസ്സിലായി. ഈ സൈഡൂടെ എങ്ങനെ വെക്കുന്നത് നോക്കണ്ടേ? ഇങ്ങനെ വെച്ചാൽ കിട്ടില്ല മനസ്സിലായി. സോ നമ്മൾ എന്ത് ചെയ്തു? ഈ സ്കെയിൽ ഇങ്ങനെ മറിച്ച് വെച്ചു. ഓക്കെ, ഇങ്ങനെ വെച്ചാൽ അത് കൃത്യമായി കിട്ടുന്നില്ലേ? സോ ഈ സ്കെയിലിൻ്റെ ഈ ഒരു മൂല തിരിച്ചു മറിച്ച് വെച്ചാൽ നമുക്ക് കിട്ടുമെന്ന് മനസ്സിലായി. നമുക്ക് വരച്ച് നോക്കാം. അതിനായിട്ട് ആദ്യം ഒരു 3 സെൻറ്റിമീറ്ററിൻ്റെ ലൈൻ വരച്ചു. ഇനി എന്ത് ചെയ്തു? സെറ്റ് സ്ക്വയർ ഇതല്ലേ? ഓക്കെ, ഈ സെറ്റ് സ്ക്വയർ ഈ ഭാഗം നീട്ടി വരച്ചു. ഇനി ഇതിങ്ങനെ മറിച്ച് വെച്ചിട്ട് ഈ ഭാഗവും ഇതുപോലെ നീട്ടി വെച്ചു. ഓക്കെ, ഇതിൻ്റെ എക്സ്ട്രാ ഉള്ള ഭാഗങ്ങൾ മായ്ച്ച് കളഞ്ഞാൽ നമുക്ക് ഈ സൈഡ് ഈ റെക്ടാങ്കിൾ നമുക്ക് കിട്ടിയില്ലേ? സോ ഇത് കളർ അടിച്ചിട്ടുള്ള ഭാഗമാണ് ഇനി കാണിക്കുന്നത് കേട്ടോ. അടുത്ത നമ്മൾ ഈ കാണിച്ചിരിക്കുന്ന പോലത്തെ ഒരു ക്യൂബ് തന്നെ. ഫസ്റ്റ് പിക്ചർ ഇൻ ദ ലെങ്ത് ആർ ഷോൺ ആൻഡ് ദ കളർ ഇറ്റ് ആസ് എ സെക്കൻഡ് പിക്ചർ. തന്നിരിക്കുന്ന അളവിൽ ഈ ചിത്രം വരയ്ക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇതേപോലെ കളർ അടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം നമുക്ക് 5 സെൻറ്റിമീറ്ററും 3 സെൻറ്റിമീറ്ററും ഉള്ള റെക്ടാങ്കിൾ വരയ്ക്കാം. ദെൻ ബാക്കി സൈഡ്സ് വരച്ചിട്ട് ഈ ഫിഗർ കംപ്ലീറ്റ് ആക്കാം. സോ ആദ്യം നമ്മൾ 5 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ലൈൻ വരയ്ക്കുകയാണ്. ഇത് 5 സെൻറ്റിമീറ്റർ. നമ്മൾ 3 സെൻറ്റിമീറ്റർ മുകളിലോട്ട് ആ സൈഡ് വരച്ചു. ഇതുപോലെ ഈ സൈഡിൽ നിന്നും സ്കെയിൽ തിരിച്ചു വെക്കുന്ന കാര്യം മറക്കരുത്. ഈ ലൈനിലായിരിക്കുന്ന സ്കെയിൽ വേണ്ടെന്നുള്ള കാര്യമൊന്നും മറക്കരുത് കേട്ടോ. ഓക്കെ, ഈ സൈഡും വരച്ചു. നമ്മുടെ 4ാമത്തെ സൈഡ് നമ്മൾ യോജിപ്പിച്ചു. ഒരിച്ചിരി സൈഡ് ഞാൻ കൂട്ടിയെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ ഈ സെറ്റ് സ്ക്വയറിൻ്റെ ഏത് സൈഡ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ഉപയോഗിക്കുമ്പോൾ ഏത് സൈഡാണ് ഉപയോഗിക്കുന്നത് അതേ സൈഡ് തന്നെ എല്ലായിടത്തും ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഈ സ്കെയിലിൻ്റെ ഈ ചെറിയ സൈഡാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഈ സൈഡ് നീട്ടി വരച്ചു. അതേ സ്കെയിൽ കൊണ്ട് തന്നെ അതേ സൈഡിലും ഈ സൈഡ് നീട്ടി വരച്ചു. ഇവിടെയും സ്കെയിൽ വെക്കുക. ഈ സൈഡും ഇതുപോലെ നീട്ടി വരച്ചു. ഈ എല്ലാ സൈഡിൻ്റെ ലെങ്ത്ത് 2 സെൻറ്റിമീറ്റർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടുത്തെ 2 സെൻറ്റിമീറ്റർ, ഇവിടുത്തെ 2 സെൻറ്റിമീറ്റർ, ഇവിടുത്തെ 2 സെൻറ്റിമീറ്റർ. ഇനി എന്ത് ചെയ്യുക? ഈ എല്ലാ സൈഡും നമ്മൾ യോജിപ്പിക്കാം. ഇവിടെ യോജിപ്പിച്ചു. ഓക്കെ, ഇനി എക്സ്ട്രാ വരുന്ന ഭാഗങ്ങളെല്ലാം മായ്ച്ച് കളയണം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഫിഗർ ക്ലിയർ ആയിട്ട് കിട്ടും. ഓക്കെ, ദെൻ നമ്മൾ ലാസ്റ്റ് ഫിഗറാണ് വരയ്ക്കാൻ വേണ്ടി പോകുന്നത്. ഈ ക്യൂബ്, ഇതിൻ്റെ മെഷേഴ്സ് ഒന്നും നമുക്ക് തന്നിട്ടില്ല. ക്യൂബിൻ്റെ മെഷേഴ്സ് തരാത്തതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ സൈഡ് 4 സെൻറ്റിമീറ്റർ എന്ന് വെച്ച് തന്നെ നമ്മൾ എടുക്കുകയാണ് കേട്ടോ. ഓക്കെ, അതിനായിട്ട് നമ്മൾ ആദ്യം 4 സെൻറ്റിമീറ്റർ വരച്ചു. സെറ്റ് സ്ക്വയർ എടുത്തു. 4 സെൻറ്റിമീറ്റർ വരയ്ക്കാൻ പോവാണ്. ഈ സൈഡ് 4 സെൻറ്റിമീറ്റർ വരച്ചു. ഈ സൈഡ് 4 സെൻറ്റിമീറ്റർ വരച്ചു. ഇനി നമ്മൾ 4ാമത്തെ സൈഡ് കൂട്ടി യോജിപ്പിക്കുന്നു. ഓക്കെ, നമുക്ക് ഏത് സെറ്റ് സ്ക്വയറിൻ്റെ ഏത് സൈഡ് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഈ സെറ്റ് സ്ക്വയറാണ് എടുത്തത്. ഇതിൻ്റെ ഈ വലിയ സൈഡ് എടുത്തുന്നുള്ളൂ കേട്ടോ. ഓക്കെ, ഇതെടുത്തില്ലെങ്കിലും ഇതിൻ്റെ ചെറിയ വശം എടുത്താലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ചെറിയ വശം എടുക്കണം കേട്ടോ. എടുക്കുന്ന ഏത് സൈഡാണെങ്കിലും എല്ലാ വശം വരയ്ക്കാനും അതേ സൈഡിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കും. ഓക്കെ, അല്ലേ, ഇതിങ്ങനെ 4 സെൻറ്റിമീറ്റർ വരയ്ക്കുമ്പോൾ ഇവിടെ എത്തും. ഈ സൈഡ് ഇതുപോലെ തന്നെ 4 സെൻറ്റിമീറ്റർ വരയ്ക്കുമ്പോൾ ഇവിടെ എത്തും. ഈ സൈഡിലെ 4 സെൻറ്റിമീറ്റർ വരയ്ക്കുമ്പോൾ ഇവിടെ എത്തും.
എന്ത് ചെയ്യുക, എല്ലാ സൈഡും തമ്മിൽ എന്ത് ചെയ്യണം, കൂട്ടി യോജിപ്പിക്കും. ഓക്കെ, ഇതെല്ലാം കളർ ചെയ്തിട്ടുള്ളത് നമ്മൾ അടുത്തതിൽ കാണിക്കുന്നതാണ്. ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഓക്കെ, ഇതിനൊക്കെ ഷോർട്സ് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലാവാത്തത് റിപ്പീറ്റ് അടിച്ച് ഒന്നും കൂടെ കണ്ട് മനസ്സിലാക്കി ചെയ്യാം കേട്ടോ. താങ്ക് യു.